ഹായ് ഓൾ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഫസ്റ്റായിട്ട് കാണണേ, ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മനു വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ കാറിൽ നിന്നും ഇറങ്ങി വീട്ടിലേക്ക് പോകവേ ഫോൺ ബെല്ലടിച്ചു. അപ്പോൾ അയ്യോ, കിരൺ, സോണിയ അബിയും അവനെ വിളിച്ച് പറഞ്ഞെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും വിളിക്കുന്നത്. ആ സാറേ, എടാ മര്യാദയ്ക്ക് നീ വന്ന് മുഖം കാണിച്ചിട്ട് പോകാൻ നോക്ക്. എന്തിനാ? അതൊക്കെ നീ ഇവിടെ വരുമ്പോൾ ഞാൻ പറയാം. നീ ഇങ്ങോട്ട് വാ. രാം സാറേ. കല്യാണി വന്ന് കിരണിനോട് ചോദിക്കുകയാണ്, കിരണേട്ടാ അവനെ വിളിച്ചായിരുന്നോ? വിളിച്ചു, അവൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വരട്ടെ, വന്ന ശേഷം അവനെ ഒന്ന് വിരട്ടി വിടണം. ഇതുപോലൊരുത്തനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇനി കാണാനും പോകുന്നില്ല. ഇതൊക്കെ ഒരു പ്രത്യേക അവതാരങ്ങളാ. എല്ലാ ജില്ലയിലും അവന് പെൺകുട്ടികളുമായിട്ട് ബന്ധമുണ്ട്. അതിൽ പലതും അവൻ്റെ ഭാര്യമാരാ. പക്ഷേ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. അവനോട് ഞാൻ പ്രത്യേകം പറഞ്ഞതാ, ഇനി ഒരു പെൺകുട്ടിയുടെയും ജീവിതം നശിപ്പിക്കരുതെന്ന്. അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല കല്യാണി. മോഷണം കലയാക്കിയവന് ആ പണി ചെയ്യാതെ പറ്റില്ല. അതുപോലെയാ ഇവൻ്റെ കാര്യവും. വർഷത്തിൽ ഒരു പെണ്ണ് കെട്ടിയില്ലെങ്കിൽ അവനത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല. ശരിക്കും ഇതൊരു മനോരോഗ. അതിനി മരണം വരെ അവൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് അവൻ ജയിലിൽ തന്നെ കിടക്കും. അവൻ മെല്ലെ ഇപ്പുറത്തെ വീട്ടുകാരൊന്നും കാണാതെ, സരിയൊന്നും കാണാതെ മെല്ലെ പോയി കിരണിൻ്റെ വീട്ടിൽ പോയിട്ട് വെല്ലടിക്കുകയാണ്. കല്യാണിയാണ് വന്ന് വാതിൽ തുറന്നു കൊടുത്തത്. അപ്പം കല്യാണി പറയാണ്, അയലത്തുള്ളവർ കാണുടാ, നീ കയറി വാ. വാടാ. ഞാനവിടെ കിരണിൻ്റെ അടുത്ത് സോഫയിൽ ഇരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ കിരൺ പറയാണ്, നിന്നോട് ഇരിക്കാൻ ആരോ പറഞ്ഞോ? കല്യാണിയും പറഞ്ഞു, നീ അവിടെ നിന്നാൽ മതി. കല്യാണി തന്നെ ചോദിക്കുകയാണ്, എന്താ നിൻ്റെ ഉദ്ദേശം? പിന്നെ ഞാൻ അടുത്ത സമയത്ത് പരിചയപ്പെട്ടതാ. ആരേ? അല്ല, ചോദിച്ചത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. സോണിയെയും സോണിയുടെ ഹസ്ബൻഡിനെയും ഞാൻ ജ്വല്ലറിയിൽ വെച്ച് കണ്ടായിരുന്നു. നിനക്ക് ജ്വല്ലറിയിൽ എന്താടാ ഇടപാട്? ചോദിച്ചത് കേട്ടില്ലേടാ കല്യാണി. അത് എൻ്റെ കൂടെ വന്ന പെൺകുട്ടിക്ക് ജ്വല്ലറിയിൽ നിന്ന് എന്തൊക്കെയോ എടുക്കണമെന്ന് പറഞ്ഞു. അത് സെലക്ട് ചെയ്യാൻ വേണ്ടിയാണ് എന്നെ കൂടെ കൂട്ടിയത്. ഓ, നിനക്ക് സ്വർണ്ണമൊക്കെ നന്നായിട്ട് സെലക്ട് ചെയ്യാൻ അറിയാം അല്ലേ? എന്നെ സെലക്ട് ചെയ്യാൻ മാത്രമല്ല, തൂക്കി വിൽക്കാനും അറിയാം. എടാ, നീ സരിയുവിൻ്റെ സ്വർണ്ണമൊക്കെ എടുത്ത് വിറ്റോടാ. അയ്യോ, ഇതുവരെ പറ്റിയിട്ടില്ല. ഇത്രയൊക്കെ ബുദ്ധിയുള്ള നിനക്കെന്താടാ അത് പറ്റാത്തത്? നീ അവളെ അങ്ങനെ ദ്രോഹിക്കുന്നത് ഞങ്ങൾക്കിഷ്ടമാണ്. സാധുക്കളായ പെൺകുട്ടികളെ ഉണ്ടല്ലോ, ഇനി നീ പറഞ്ഞ് പറ്റിച്ചാൽ അതിന് നിമിത്തമാവുന്ന നിന്റെ നാവുണ്ടല്ലോ, അത് ഞങ്ങളങ്ങ് പിഴുതെടുക്കും. മനസ്സിലായോടാ പറഞ്ഞത്? മനസ്സിലായി. നിന്റെ കരണത്തൊന്ന് പൊട്ടിച്ചിട്ട് നിന്നെ പറഞ്ഞു വിടാത്തത് വേറൊന്നും കൊണ്ടല്ല. പിന്നെ നീ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ ആരാ തല്ലിയതെന്ന് ചോദിക്കുമല്ലോ, അന്നേരം സമാധാനം പറയേണ്ടി വരുമല്ലോ. സരയുവിൻ്റെ കർണത്തൊരു തല്ല് കിട്ടിയാലും അതവൾക്കൊരു പ്രശ്നമല്ല. പക്ഷേ നിനക്ക് തല്ല് കിട്ടിയാലുണ്ടല്ലോ, അതവൾക്ക് സഹിക്കത്തില്ല. അത്രയ്ക്ക് ജീവനാ അവൾക്ക് നിന്നെ. അവൾക്കത് വേണം. നിന്റെ മനസ്സിലെ സ്വരൂപം എന്താണെന്ന് അവൾ അറിയുമ്പോൾ അവൾ വാവിട്ട് നിലവിളിക്കണം. അത്രയ്ക്ക് പാവങ്ങൾ ചെയ്തവളാ നിന്റെ ഇപ്പോഴത്തെ ഭാര്യ. പ്രസവിച്ച അമ്മയുടെ കർണത്തടിച്ചിട്ടുണ്ട് അവൾ പലതവണ. അത് വെച്ചിട്ടാണല്ലോ നീ ഇപ്പോൾ ബകാസുരനെ അടിമയാക്കി വച്ചിരിക്കുന്നത്. നിന്നെ ഇവിടെ നിലനിർത്തിയിരിക്കുന്നത് സരയുവിനൊരു പാഠം പഠിപ്പിക്കാനാ. ആ നേരത്ത് നീ നിരപരാധിയായ മറ്റു പെൺകുട്ടികളെ ശ്വാസം മുട്ടിക്കാൻ നോക്കിയാലുണ്ടല്ലോ, നിന്നെ കടിച്ചു കീറാൻ നടക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇവിടെ. നീ കല്യാണം കഴിച്ചവരും കഴിക്കാത്തവരും ആയിട്ട്. സുബാനയുടെയും ഡോണയുടെയും ഒക്കെ കാര്യം പറഞ്ഞത്. ഞങ്ങളൊക്കെ കൂട്ടത്തോടെ നിന്റെ അടുത്തേക്ക് വരും. പിന്നെ നിനക്ക് ചലിക്കാൻ പോലുള്ള സമയം ഞങ്ങൾ തരൂല. അതുകൊണ്ട് മര്യാദയ്ക്ക് നടന്നോ നീ. അത് പറയാനാണ് ഞാൻ വിളിപ്പിച്ചത്. നടന്നോളാം. പല പെൺകുട്ടികളും എന്നെ കാണുമ്പോൾ എൻ്റെ പിന്നാലെ വരിക. എൻ്റെ തെറ്റല്ലല്ലോ കിരണേ. നിൻ്റെ തെറ്റല്ലെങ്കിൽ നിൻ്റെ പിന്നാലെ വരുന്ന പെൺകുട്ടികളെ നീ പിന്തിരിപ്പിച്ചു വിടണം. അല്ലെങ്കിൽ അവർക്ക് മുഖം കൊടുക്കരുത്. ആരും എൻ്റെ പിന്നാലെ വരുന്നതല്ല, ഇവൻ അങ്ങോട്ട് പോകുന്നതാ. മേഘനയുടെ കാര്യം തന്നെ നമുക്ക് അറിയാലോ. വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അടുത്തേക്ക് ചെന്ന് പരിചയം കാണിച്ച് ഫോൺ നമ്പർ കൈക്കലാക്കി. പിന്നെ വിളി തുടങ്ങിയില്ലേ. എന്നിട്ട് അവൻ പുണ്യാളനാവാൻ നോക്കുക. പോടാ, പോ നീ. ഇനി ഇവിടെ നിന്നാൽ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. മനു പുറത്തിറങ്ങി. എന്നിട്ട് മനസ്സിൽ ചിന്തിക്കുകയാണ്, നീയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ തൊഴിൽ തുടരുവെടാ. മനു നേരെ വന്ന് സരയുവിൻ്റെ അടുത്തേക്ക്. സരയു റൂമിൽ നിന്നും അലക്കിയ ഡ്രസ്സൊക്കെ മടക്കി വെക്കുവാണ്. മോളു, മനുവേട്ടൻ എത്തിയായിരുന്നോ? കൈയോടെയല്ലേ എത്തിയിരിക്കുന്നത്. മോളുടെ ബർത്ത്ഡേ അല്ലേ, ചെറിയൊരു പ്രസൻറ്റ്.
പൊതി അവളുടെ കയ്യിൽ കൊടുത്തു. ടണ്ടണേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവൾ ചോദിക്കുകയാണ്, ഇതെവിടുന്നാ? അപ്പോൾ അവൻ്റെ മനസ്സും കണ്ണും ആ വഴിക്കേക്ക് പോയി. നിഷ വാങ്ങിക്കൊടുക്കുന്ന കാര്യം. അതായത് നിഷ വാങ്ങിച്ചിട്ട് ചോദിക്കുകയാണ്, ഇതെങ്ങനെയുണ്ട്? ആണുങ്ങളുടെ ബ്രേസ്ലെറ്റ് അല്ലേ? ഇത് റോണിയേട്ടൻ ഇഷ്ടപ്പെട്ടോ? ആ, പുതിയ ഫാഷനാ. എന്നാൽ പിന്നെ ഇത് റോണിയേട്ടൻ കയ്യിൽ കെട്ടിക്കോ. അപ്പോൾ സാരി ചോദിക്കുകയാണ്, മനുവേട്ടൻ എന്താ ചിന്തിക്കുന്നേ? ആ ആ ആ ആ ആ ഇങ്ങതാ, ഞാൻ നോക്കട്ടെ എന്താണ് മനുവേട്ടൻ്റെ ഗിഫ്റ്റ് എന്ന്. അപ്പോഴാണ് സരയു ഞെട്ടിക്കോരിത്തരിച്ചത്. അയ്യോ, ഇതൊരു വലിയ ബ്രേസ്ലെറ്റ് ആണല്ലോ. ഇത് ഞങ്ങൾ പെൺകുട്ടികളിടുന്ന ബ്രേസ്ലെറ്റല്ലോ. ആര് പറഞ്ഞു? പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ധരിക്കാവുന്ന ഒരു പുതിയ ഫാഷനിലുള്ള ബ്രേസ്ലെറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ. അതാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ശരിയാ. ആ, ഇതൊരു 5 പവൻ കാണും അല്ലേ? 5 തികച്ചില്ല, ഒരു 4.25 പവൻ. അയ്യോ, അപ്പം വില കുറേ ആയിക്കാണുമല്ലോ. മോളുവിൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു പ്രസൻറ്റ് വാങ്ങിക്കുമ്പോൾ ആരാ മോളു അതിൻ്റെ വില നോക്കുന്നേ? ഇത് മോളുവിൻ്റെ കയ്യിൽ കിടക്കുമ്പോഴുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതിന് ഈ ബ്രേസ്ലെറ്റിന് കൊടുത്ത പണത്തേക്കാൾ മൂല്യമുണ്ട്. അത് മോളൊന്ന് കയ്യിൽ കിട്ടിയേ. ആ ആ നന്നായിട്ടുണ്ട്. മോളുവിൻ്റെ കൈ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്, അതുകൊണ്ടാണ് ഇത്രയും ഭംഗി. എൻ്റെ കയ്യിൽ കാശില്ല. ഈ 4.25 പവൻ കൊണ്ടുപോയി വിറ്റിരുന്നെങ്കിൽ കാലം പിടിച്ചു നിൽക്കായിരുന്നു. അല്ല, ഇതിപ്പോൾ ഇനി എൻ്റെ കയ്യിൽ കണ്ടില്ലെങ്കിൽ മറ്റവളോട് എന്ത് പറയും? ഒരുപാട് പെൺകുട്ടികളെ ഭാര്യമാരാക്കിയ എൻ്റെ തലച്ചോറിനാണോ ബുദ്ധിമുട്ട്? അതൊക്കെ സിമ്പിളാ. ആ, അപ്പോഴാണ് സരി ചോദിക്കുന്നത്, ആ എന്താ? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം 4.25 പവനെന്നൊക്കെ പറയുന്നത് സിമ്പിളാണെന്ന് പറയായിരുന്നോ? സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഫാഷൻ കണ്ടിട്ടാണ് ഞാൻ വാങ്ങിയത്. അല്ലെങ്കിൽ ഒരു 8-9 പവൻ്റെ നെക്ലേസ് വാങ്ങണമെന്നായിരുന്നു എൻ്റെ ആഗ്രഹം. എന്തിനാ നെക്ലേസ്? അതെനിക്ക് ഒരുപാടുണ്ടല്ലോ. അതറിയാം, അതുകൊണ്ട് തന്നെ ഇതായിക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. ഈ സ്നേഹത്തിന് ഞാൻ എന്താ മനുവേട്ടാ തിരിച്ചു തരേണ്ടത്? ലോക്കറിലിരിക്കുന്ന സ്വർണം. ആ എന്താ? ആ, ഇനിയിപ്പം മോള് പറയും ലോക്കറിലിരിക്കുന്ന സ്വർണം മുഴുവനും മനുവേട്ടനെടുത്തോന്ന്. അതൊന്നും വേണ്ടാന്ന് പറയായിരുന്നു. എന്നാൽ ഞാനിത് കൊണ്ടുപോയി എൻ്റെ അമ്മയെ അച്ഛനെ ഒന്ന് കാണിക്കട്ടെ. അവൾ പോയി കഴിഞ്ഞപ്പോൾ മനു ചിന്തിക്കുകയാണ്, ഇവള് വട്ടനെന്ന് വിളിക്കുന്ന അങ്കിളിനറിയാം ഇതാരുടെയോ കണ്ണീരാണെന്ന്. ഏതായാലും 4.25 പകരം 40 ഞാൻ പിടിച്ചു വാങ്ങിക്കും. ഏതായാലും കല്യാണത്തിനൊരു 10 പവൻ്റെ മാലയെങ്കിലും അവൾക്ക് ഇട്ടുകൊടുക്കണം. അതിനിപ്പോൾ എന്താ ഒരു വഴി? ഷാരിയും ബഗാസുരനും റൂമിലാണുള്ളത്. അപ്പോൾ ഷാരി, അയാൾ കട്ടിൽ ഇരുന്നിട്ടാണുള്ളത്. ഷാരി കണ്ണാടിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, അയാളുടെ ഇരിപ്പ് കണ്ടില്ലേ? അയാളുടെ അടുത്ത് പോയിട്ട് ഷാരി പറയാം, ഒരു സാധാരണ കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നത്. നിങ്ങളുടെ പെങ്ങളാണ് എന്നെ ഇഷ്ടപ്പെട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. അതിനുശേഷം എനിക്ക് സ്വർഗമായിരുന്നു ആ വീട്. എൻ്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞു എൻ്റെ ഭാഗ്യമാണ് നിങ്ങളെന്ന്. എനിക്ക് ചെറിയൊരു വീഴ്ചയുണ്ടായപ്പോൾ നീ അതൊക്കെ മാറ്റി പറഞ്ഞില്ലേ? മാറ്റി പറയല്ല, നിങ്ങളെ മൊത്തത്തിൽ മാറ്റാനാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സരയു അവിടെ എത്തി. എന്നിട്ട് പറയാണ്, ഓ, രണ്ടും ഏത് നേരം നോക്കിയാലും വഴക്കാം. ബ്രേസ്ലെറ്റ് കാണിച്ചു കൊടുത്തിട്ട് പറയാണ് അമ്മയോട്, ദേ ഇത് കണ്ടോ, നോക്ക്. ആ, നല്ല ബ്രേസ്ലെറ്റ് ആണല്ലോ മോളെ. ആ, അച്ഛനും അമ്മയെന്ന് പറഞ്ഞ് 2 പേരുണ്ട് ഇവിടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ ഇതുപോലെ ഒരെണ്ണം വാങ്ങിച്ചു തരാൻ? എൻ്റെ ബർത്ത്ഡേക്ക് ദേ എൻ്റെ മനുവേട്ടൻ വാങ്ങിച്ചു തന്നതാണ്. നല്ല സ്വർണ്ണമാണോ മോളെ? അപ്പോൾ അവൾക്ക് ദേഷ്യം പിടിച്ച്, നല്ലതല്ലെങ്കിൽ ഉരച്ചു നോക്ക്, അപ്പം അറിയാലോ നല്ല സ്വർണ്ണമാണോ എന്ന്. ഇപ്പം സ്വർണ്ണമല്ല മോളെ വരയ്ക്കേണ്ടത്, ഇയാളുടെ മുഖ. നിങ്ങൾ പെണ്ണുങ്ങൾക്ക് സ്വർണം കണ്ടാൽ അറിയാം. നിങ്ങളാണ് മാറ്റില്ലാത്ത സ്വർണം കൊണ്ടുവന്നിട്ട് 916 ആണെന്ന് പറയുന്നത്. 5 പവനാ, 5 പവൻ. അപ്പം അച്ഛൻ പറയാണ്, ഇത് ആണുങ്ങളുടെ ബ്രേസ്ലെറ്റ് ആണല്ലോ, ഇത് പുതിയ ഫാഷനാ, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഇടാം. ഇങ്ങേർക്ക് വട്ട് മാത്രമല്ല മോളെ, കണ്ണിന് തിമിരവും ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ തോന്നുന്നത്. ഇതുപോലുള്ള ബ്രേസ്ലെറ്റ് എത്രയോ പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് തോന്നിയതാ മോൾക്ക് ഇതുപോലെ ഒരെണ്ണം വാങ്ങിത്തരണമെന്ന്. എന്നിട്ട് പറ്റിയില്ലല്ലോ. ഞാൻ പാപ്പറല്ലേ മോളെ, എന്നെ കൊണ്ട് വല്ലതിനും പറ്റുമോ? എന്നെ പറ്റിക്കുന്നുണ്ട് ഒരാൾ, ദേ ഇയാൾ. ഇയാൾ എന്താ മോളെ എന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? പിന്നെ എങ്ങനെയാ ഇയാളോട് സംസാരിക്കേണ്ടത്? അമ്മ ഈ മുറിയിൽ നിന്ന് മാറിക്കിടക്കുന്നതാണ് നല്ലത്. ഈ മുറിയിൽ കിടന്ന് അമ്മയ്ക്കും തലക്ക് കുഴപ്പമുണ്ട്. ശരിക്കും എനിക്കല്ല മോളെ കുഴപ്പം, ഇവൾക്കാ. ദേ, ഇനി എനിക്ക് കുഴപ്പമുണ്ടെന്ന് പറഞ്ഞാലുണ്ടല്ലോ ആ നാവ് ഞാനിങ്ങ് പിഴുതെടുക്കും, പറഞ്ഞേക്കാം. ഓ, മനുവേട്ടൻ ഇതൊക്കെ കേട്ട് മടുത്ത് കാണും. അതിന് മോള് പേടിക്കണ്ട, എന്തൊക്കെ കേട്ടാലും അവന് മടക്കില്ല. എന്താ മടുക്കാത്തേ? ദേ, ഇനി എൻ്റെ മനുവേട്ടനെ കൂടി ഒറ്റപ്പെടുത്താൻ വരിക.
ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നെങ്കിൽ അതിൻ്റെ കാരണക്കാരൻ മനുവേട്ടനാ. ഒരു സമയത്ത് എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തന്ന അച്ഛനുണ്ടല്ലോ, ഇപ്പോൾ ശരിക്കും ഒരു അധികപ്പറ്റ. നേരത്തെ അച്ഛൻ വലിയ കൺസ്ട്രക്ഷൻ കമ്പനിയൊക്കെ നടത്തുന്ന ആളാന്ന് പറയാൻ വലിയ ഗമയായിരുന്നു. ഹാ പക്ഷേ ഇപ്പം അച്ഛൻ്റെ കാര്യങ്ങൾ പറയാനേ പറ്റുന്നില്ല. അച്ഛന് വട്ടാണെന്ന് പുറത്തുള്ളവർ പറയുമ്പോൾ അയാൾ എൻ്റെ അച്ഛനാന്ന് പറഞ്ഞ് ആർക്കെങ്കിലും ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ പറ്റുമോ? നീ പോയേ ഇവിടുന്ന്. ഞാൻ പോകത്തില്ല. എന്നെ കാണാൻ വയ്യെങ്കിൽ നിങ്ങൾ എഴുന്നേറ്റ് പോ. ഞാൻ പോയിക്കോളാം. അമ്മേ, അച്ഛന് തലയ്ക്ക് സുഖമില്ലാന്ന് കരുതി അമ്മ എന്തെങ്കിലും റെസ്പെക്റ്റ് ഇല്ലാതെ സംസാരിക്കുന്നത്? നിന്റെ മനുവിനെ അയാൾ കുറ്റപ്പെടുത്തിയാൽ നീ സഹിക്കോ? ആ സമയത്ത് നീ റെസ്പെക്റ്റോടു കൂടിയാണോ സംസാരിക്കുന്നത്? എന്നാലും ഏതു നേരവും അമ്മ അച്ഛനെ കൊല്ലാതെ കൊല്ലുകയാണല്ലോ. അല്ലാതെ കൊല്ലുന്നല്ലേ ഉള്ളൂ, അല്ലാതെ ശരിക്കും കൊല്ലുന്നൊന്നുമില്ലല്ലോ. ചിലപ്പോൾ അതും സംഭവിച്ചെന്ന് വരും. അത്രയ്ക്ക് പരിധി വിട്ടിരിക്കുക ഞാൻ. എന്താ അമ്മേ സംഭവിച്ചേ? ഒന്നും സംഭവിച്ചിട്ടില്ല. എത്രയും പെട്ടെന്ന് അയാളെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടിട്ട് എന്നെ മോളെയും കൂട്ടിയിട്ട് അമേരിക്കയിലൊന്ന് പോകാൻ മനുവിനോട് പറ. എനിക്ക് ഈ നാട്ടിൽ നിൽക്കാനേ താല്പര്യമില്ല. ഈ ബ്രേസ്ലെറ്റ് മനുവേട്ടൻ വാങ്ങിച്ചു തന്നതിൻ്റെ സന്തോഷത്തിലായിരുന്നു ഞാൻ. അതൊക്കെ തല്ലിക്കെടുത്താനായിട്ട് ഒരച്ഛനും അമ്മയും. അയാൾ താഴേക്ക് ഇറങ്ങി വന്നു. അപ്പോൾ അതിൻ്റെ പിന്നാലെ തന്നെ മനുവും ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ മനു സ്റ്റെപ്പ് ഇറങ്ങുമ്പോൾ പറയാണ്, ആ വട്ടൻ താഴെ നിൽക്കുകയാണല്ലോ. ആരേഗേ എന്ന് പറഞ്ഞൊരു പാട്ടൊക്കെ പാടാണ്. അവൻ വീണ്ടും പാട്ട് പാടുന്നത് കണ്ടപ്പോൾ അയാൾ ചോദിക്കുകയാണ്, എന്താടോ തനിക്ക്? നീ എവിടെ നിന്നാണ് ആ ബ്രേസ്ലെറ്റ് മോഷ്ടിച്ചത്? അതോ പുതിയ കൃഷിയിടം നേടിയപ്പോൾ അവിടെ നിന്ന് കിട്ടിയതാണോ? നീ കൊടുത്തത് ആണുങ്ങളുടെ ബ്രേസ്ലെറ്റാ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ആണുങ്ങളുടെ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിടാതെ പെണ്ണുങ്ങളുടെ ബ്രേസ്ലെറ്റ് വാങ്ങിച്ചിടുവോ? നീ എൻ്റെ മോൾക്കല്ലേ അത് വാങ്ങിച്ചു കൊടുത്തത്? അതെ, നിങ്ങളുടെ മോക്കും താരയുടെ മോൾക്കും. നീ എന്നെ കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറയായി. നിങ്ങളെ മോളെയും ഭാര്യയും കുരങ്ങ് കളിപ്പിക്കാൻ തുടങ്ങിയിട്ട് അതിനേക്കാൾ കൊല്ലം കുറയായി. ഞാനേ ഒരു 1.5 വർഷമല്ലേ ആയിട്ടുള്ളൂ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നിട്ട്. അതിനു മുമ്പ് അവരെ പൊളിച്ചടുക്കിയില്ലേ ബകാസുരൻ. എൻ്റെ അമ്മായിയമ്മ എന്തോ അറിഞ്ഞെന്നാ തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അവരിങ്ങനെ വിളറി പിടിച്ചതുപോലെ നടക്കുന്നത്. നീ അവളോട് എന്തെങ്കിലും പറയണോ? പറയണമെങ്കിൽ പറയാം. നിനക്കൊപ്പം അമേരിക്കയ്ക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുക എൻ്റെ ഭാര്യയും മോളും. അമ്മായി അച്ഛനെ നാടോടിക്കാറ്റ് സിനിമ കണ്ടിട്ടുണ്ടോ? അതിനകത്ത് സംഭവിച്ചതുപോലെ ഇവിടെയും സംഭവിക്കും. ഒരു ദിവസം ഞാൻ അവരെ ഒരു മുന്തിയ കാറിൽ കൊണ്ടുപോകും. എന്നിട്ട് നേരെ മദ്രാശിയിലോ ബോംബെയിലോ കടപ്പുറത്ത് കൊണ്ടുപോകും. എന്നിട്ട് അവിടെ കൊണ്ട് വിട്ടിട്ട് ഞാൻ പറയും, ഇതാണ് അമേരിക്ക. ജീവിതത്തിൽ ഇതുവരെ സ്വന്തം ഭാര്യയെ വഞ്ചിച്ച ഭർത്താക്കന്മാരെ കാണില്ലടാ. എന്തേ? നിങ്ങൾ തന്നെ ഈ നാവ് കൊണ്ട് ഇത് പറയണം. നിങ്ങളെപ്പോലെ ഭാര്യയെ വഞ്ചിച്ച ഒരു ഭർത്താവുണ്ടല്ലോ, ലോകത്തും കാണില്ല, അങ്ങ് പരലോകത്തും കാണില്ല. അതായത് ഈ കർക്കിടക മാസത്തിൽ പരലോകത്തിരുന്ന് നിങ്ങളുടെ പിതാമഹന്മാരെ നിങ്ങൾ ചെയ്യുന്നതൊക്കെ കണ്ട് കണ്ണ് തള്ളുകയായിരിക്കും. ഞാൻ ചെയ്യുന്നത് കണ്ടല്ലടാ, നീ ചെയ്യുന്നത് കണ്ട്. നിനക്കെൻ്റെ പിതാമഹന്മാർ ആരാണെന്ന് അറിയില്ലല്ലോ. അച്ഛനും അപ്പൂപ്പനും ആരാണെന്നെങ്കിലും നിനക്കറിയാവോ? മിക്കവാറും അത് ആദ്യം അറിയാൻ പോകുന്നത് നിങ്ങളായിരിക്കും. എൻ്റെ മരിച്ചുപോയ ബന്ധുക്കളെ. അതായത് എൻ്റെ അമ്മായിയമ്മ അധികം വൈകാതെ നിങ്ങളെ തല്ലിക്കൊല്ലും. കഴിയുമ്പോൾ നിങ്ങളും ഒരു ആത്മാവായി പരലോകത്തെത്തും. അവിടെ വെച്ച് എൻ്റെ ബന്ധുക്കളെ കണ്ടിട്ട് നിങ്ങൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാം. ഇവിടെ വെച്ച് നിൻ്റെ അച്ഛനെയും അമ്മയും കണ്ടാണ്ടല്ലോ, രണ്ടിൻ്റെയും കർണമടിച്ച് പൊളിക്കും ഞാൻ. ശരി, മരിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കർണത്തടിക്കാൻ വേണ്ടി കാത്തിരിക്കാത്താണല്ലേ? എന്താ മനുവേട്ടാ, അച്ഛന് വീണ്ടും വട്ടിളകിയോ? വട്ട് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കർണത്തടിക്കും എന്നാ പറയുന്നത്. അവൾക്ക് ഞാനൊരു ബ്രേസ്ലെറ്റ് വാങ്ങിത്തന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. ഞാനിപ്പം അമ്മയെ കുറ്റപ്പെടുത്തിയതേ ഉള്ളൂ. ഇത് നേരം അച്ഛനുമായിട്ട് വഴക്കിടുന്നതിൻ്റെ പേരിൽ. പക്ഷേ അമ്മയെ കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യവും ഇല്ല. പറയുന്നതൊക്കെ. പിന്നെ അമ്മ എങ്ങനെയാണ് വയലുണ്ടാക്കാതിരിക്കുക? മോളെ, നീ കഥയറിയാതെ ആട്ടം കാണുക. എന്നാൽ ഞാൻ ഏതെങ്കിലും കഥയെഴുത്തുകാർക്ക് അച്ഛൻ്റെ കഥ പറഞ്ഞു കൊടുക്കാം. അച്ഛൻ്റെ ജീവിതം തന്നെ വലിയൊരു കഥയാണ്. മകളെ കൊന്നോളം മോഹിപ്പിച്ചിട്ട് നിരാശാക്കിയ അച്ഛനാ എൻ്റെ അച്ഛൻ. എവിടെ സ്വത്ത്? ആൻറ്റിയുടെ സ്വത്തൊക്കെ എവിടെ? സ്വത്തൊക്കെ കഴിഞ്ഞ പ്രളയത്തിൽ ഒലിച്ചു പോയി കാണും. നീ മിണ്ടരുത്. എൻ്റെ മോളെന്തും പറഞ്ഞോട്ടെ. പക്ഷേ നിനക്ക് മിണ്ടാനുള്ള വോയിസ് ഇല്ല. എന്താ വോയിസ് ഇല്ലാത്തേ? എൻ്റെ മനുവേട്ടനായതുകൊണ്ടാണ് വളരെ കുറച്ച് മാത്രം പ്രതികരിക്കുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലുണ്ടല്ലോ അച്ഛനെ ഇപ്പോൾ പുകച്ചേനെ. എൻ്റെ മോളും എപ്പോഴും പറയില്ലേ, മോള് മാത്രമല്ല അമ്മയും പറയും അല്ലേ, അമേരിക്കയിലേക്ക് പോകണമെന്ന്. പക്ഷേ ഞാനത് ചെയ്യാത്തത് ഈ മനുഷ്യനെ ഓർത്തിട്ടാ.
നേരെ വട്ടി പിടിച്ച് നാട്ടിലുള്ളവരുടെ മെക്കിട്ട് കയറാൻ ചെന്നാൽ നമ്മൾ അമേരിക്കയിൽ ഇരുന്ന് കേൾക്കുന്നത് ഇങ്ങേരുടെ മരണവാർത്തയായിരിക്കും. പറയാൻ പാടില്ല എങ്കിലും പറയുവാ. ഇതുപോലുള്ള അച്ഛന്മാർ ജീവിച്ചിരിക്കുന്നതിൽ നല്ലത് മരിക്കുന്നതാ. കേട്ട അച്ഛന് ഭയങ്കര ഷോക്കായിപ്പോയി. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോയുമായിട്ട് ഉടൻ വരുന്നതാണ്. അതുവരേക്കും സീ യു ആൾ.